നമ്മുടെ കോമണർ അനീഷ് മാക്സിമം ജനശ്രദ്ധ പിടിച്ചുപറ്റുവാൻ സ്ക്രീൻ സ്പേസ് നേടുവാൻ വേണ്ടി ചൊറിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസിന്റെ ആദ്യത്തെ അനൗൺസ്മെന്റ് വരികയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ ടാസ്ക് ലെറ്റർ വായിക്കുവാൻ പോവുകയാണ്. ആരാണ് കൺഫെഷൻ റൂമിലേക്ക് വരുന്നത്? ഇത് കേട്ടുകൊണ്ട് എല്ലാ ആൾക്കാരും ഒരുപോലെ കൈ ഉയർത്തി. എല്ലാവർക്കും കൺഫെഷൻ റൂമിലേക്ക് വരണം. പക്ഷേ ബിഗ് ബോസ് വീണ്ടും പറഞ്ഞു, കത്ത് ഒന്നു മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരാൾക്ക് മാത്രമേ വരുവാൻ കഴിയുകയുള്ളൂ. അപ്പോഴേക്കും കൈകളൊക്കെ താഴ്ന്നു. അതിനുശേഷം ആര്യൻ ആദ്യം പറയുകയാണ് അപ്പാനി ശരത്തിനോട്, ഒരു കാര്യം ചെയ്യ്, ഏട്ടൻ പോയി വായിക്കേ. അത് കേട്ടുകൊണ്ട് ശാരികയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാ ആൾക്കാരും ശരത്തിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അത് കേട്ടുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുകയും ഉടനെ നമ്മുടെ അനീഷ് ചാടി അങ്ങ് എഴുന്നേറ്റു. അതെ, ഞാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാവരും അങ്ങനെ തീരുമാനിച്ചതുകൊണ്ട് കാര്യമായില്ലല്ലോ, എനിക്ക് തീരുമാനിക്കണം. ബിഗ് ബോസ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ തന്നെ തീരുമാനിക്കാനാണ്. ഇതിനകത്തുനിന്ന് ആരെയെങ്കിലും ഒരാളിനെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തെരഞ്ഞെടുത്ത് വിടുവാൻ വേണ്ടിയാണ് ബിഗ് ബോസ് പറഞ്ഞത് എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷേ അനീഷ് പറയുകയാണ് എല്ലാവരും തീരുമാനിച്ചത് കൊണ്ട് കാര്യമില്ല, ഞാൻ തീരുമാനിക്കണം. ഇത് കേട്ടുകൊണ്ട് ശരത്ത് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നീ ആദ്യം എടുത്ത നിയമപുസ്തകം വായിച്ചു പഠിക്കടാ, അതിനുശേഷം മതി കാര്യം പറച്ചിലൊക്കെ. ഇത് കേട്ടുകൊണ്ട് സകല ആൾക്കാരും കൈയടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. പക്ഷേ യാതൊരു നാണവുമില്ലാതെ വീണ്ടും വിളിച്ചു പറയുകയാണ് എന്റെ തീരുമാനം അങ്ങനെയല്ല, അതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഉടനെ ബിഗ് ബോസ് ഇടപെട്ടിട്ട് പറയുന്നുണ്ട് സമയമായിട്ടില്ല, വിളിക്കാം, ഇരിക്കൂ എന്ന് പറഞ്ഞ് ശാന്തനാക്കി അവിടെ ഇരുത്തുകയാണ്. എന്തായാലും ചൊറിച്ചിലിന്റെ മാരക വേർഷനുമായിട്ടാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് രണ ഫാത്തിമ ആദ്യമേ തുറന്നടിച്ചത്. ഇങ്ങനെയുള്ള പോക്കാണെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പെട്ടിയും കിടക്കയും എല്ലാം പൊതിഞ്ഞു കെട്ടി ഇതിനകത്തുനിന്ന് ചാട്ടം പിടിക്കുമെന്ന്. എന്താണ് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ലൈവ് കണ്ടിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും